ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, ജാനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ. പിന്നെ ഞങ്ങളുടെ 12th വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എവിടേക്കാന്നല്ലേ, അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് ഓച്ചിറയ്ക്കടുത്ത് ക്ലാപ്പനയിൽ കർത്തേരി ക്ഷേത്രം. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ്. വൈകുന്നേരം കേട്ടോ. അപ്പോൾ ദീപാരാധന കണ്ടു തൊഴണം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒന്ന് മിന്നിച്ചേക്കണേ. ഐലൈനറൊക്കെ എഴുതി കണ്ണൊക്കെ ഒന്ന് മിനുക്കി. പിന്നെ അത്യാവശ്യം പുരുകം ഒന്ന് കറുപ്പിക്കണം. പൊട്ട് തൊട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി. മുടിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് മുടിയൊക്കെ കെട്ടുന്നത്. നമ്മുടെ കുങ്കുമമൊക്കെ തൊട്ട് പിന്നെന്താ, പിന്നെ കണ്ണെഴുതിയില്ല. കണ്ണെഴുതുന്ന കാര്യമാണ് കേട്ടോ. കണ്ണെഴുതാൻ നമ്മുടെ കാജൽ അങ്ങോട്ട് എടുത്തപ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ എഴുതി ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കണ്ണിനകത്ത് കൺമഷി ഇട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാതിരിക്കും കേട്ടോ. ചിലപ്പോൾ ചിലർ ചോദിക്കും കരഞ്ഞോ, പനിയാണോ, സുഖമില്ലേ എന്നൊക്കെ ചോദിക്കും. ഒരു ഭയങ്കര ക്ഷീണം പോലെ തോന്നും കൺമഷി എഴുതിയില്ലെങ്കിൽ. അപ്പോൾ കണ്ണെഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മുഖത്തിനൊരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? പിന്നെ പുരികത്തിന് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടി അതൊന്ന് കറുപ്പിച്ചു കേട്ടോ. ശരിയാകുന്നില്ല. ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ചീപ്പ് പോലൊരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യുമ്പം അത്യാവശ്യം പുരുകം ഒന്ന് മെച്ചപ്പെടും. ഇനി ആ മൂക്കൊന്ന് തുടച്ചു കേട്ടോ. മൂക്കെന്തോ ചൊറിഞ്ഞതാണ്. അപ്പം തേണ്ട കിടക്കുന്നു. ഒരബദ്ധം പറ്റി, കുങ്കുമം മുഖം മൊത്തമായി. പിന്നെ അതൊക്കെ തുടച്ച് കളഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സമയമായി, മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി പോകാൻ സമയമായെന്ന് പറഞ്ഞ് ഷിംചേട്ടൻ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ശരി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. നല്ല ദൂരമുണ്ട് കേട്ടോ. ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഷിംചേട്ടൻ്റെ മുതുവിനൊക്കെ നല്ല വേദന. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അച്ഛനാണ് കേട്ടോ നടന്നു പോയത്. ചന്ദ്രേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു, ശിവൻചേട്ടൻ്റെ കൂടെ സെൽഫി എടുത്തു, ഞങ്ങളെല്ലാവരും കൂടി ഓരോ സെൽഫി എടുത്തു, പിള്ളേരുമൊക്കെ ആയിട്ട്. പിന്നെ ദേണ്ടി ദേവി അനുഗ്രഹിച്ച് നിൽക്കുക കേട്ടോ. ഭഗവാനെ തൊഴുത് ഞങ്ങൾ എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു, അവർ കയറി തൊഴുതു. പിന്നെ അധികം നേരം നിന്നില്ല, ഒരുപാട് ഇരുട്ടി, കൊച്ചുങ്ങളൊക്കെ ബഹളമായി. ഭഗവാനെ നന്നായി തൊഴുത് ഞങ്ങൾ